എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വെറുതെ റീലും നോക്കി ഇരിക്കുവാണോ? എന്നാ വാ, ഒരു ഈസി ആയിട്ടുള്ള മണ്ടാല ഡ്രോയിങ് ചെയ്യാം. സോ ആദ്യം തന്നെ ഞാൻ എൻ്റെ പ്രാക്ടീസ് ബുക്കിൽ ഡേറ്റ് ഒക്കെ എഴുതി. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ കുറെ സർക്കിൾസ് ഉള്ളിൽ റാൻഡം ആയിട്ട് വരയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു സ്റ്റെൻസിലോ അല്ലെ പ്രൊട്രാക്ടർ ആയാലും പ്രശ്നമില്ല, അത് വെച്ചിട്ട് മാർക്കിങ്സ് എടുക്കുക. പിന്നെ സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്കിനി ഡിസൈൻ വരയ്ക്കാം. ഞാൻ എപ്പോഴും ഈ പെൻറ്റോണിക്കിന്റെ ബ്ലാക്ക് ജെൽ പെൻ ആണ് യൂസ് ചെയ്യാറ്. നിങ്ങൾക്ക് ഏത് പെൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഇത് വാട്ടർ പ്രൂഫും സ്മൂത്തും ആയതുകൊണ്ട് ഞാൻ എഴുതാനും ഡ്രോയിങ്ങിനും ഒക്കെ സെയിം ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് കുറെ ലൈൻസും കർവ്സും മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ അതന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ മണ്ടാലയുടെ തന്നെ ഒരു പ്രത്യേകതയാണ്, അധികം പെർഫെക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ റാൻഡം ആയിട്ട് വരച്ചാൽ തന്നെ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടി. പിന്നെ ഞാൻ പാറ്റേണിന് വേണ്ടി ഇടയ്ക്ക് കുറച്ച് സർക്കിൾസ് എക്സ്ട്രാ വരച്ചിട്ടുണ്ട്. പെട്ടെന്നാ നോക്കിയാൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്തെടുത്തത്. പിന്നെ സിമ്പിൾ മണ്ടാല ആയതുകൊണ്ട് ഞാൻ ഉള്ളിലൊന്നും ഡിസൈൻസ് ഒന്നും ചെയ്തില്ല. ഇനി നമുക്കിതൊന്ന് കളർഫുൾ ആക്കിയാലോ? അതിനു മുമ്പ് നേരത്തെ വരച്ച ലൈൻസ് ഒക്കെ ഒന്ന് മായ്ച്ചു കളയാം. ഇനിയിപ്പോൾ പെട്ടെന്നൊന്ന് കളർ അടിച്ച് തീർക്കാം. ഞാൻ പെയിന്റ് സ്കെച്ചാണ് യൂസ് ചെയ്തത്. നോർമൽ സ്കെച്ചായാലും കുഴപ്പമില്ല. അതിനുശേഷം പെന്ന് വെച്ചിട്ട് തന്നെ ബോർഡേഴ്സ് ഒക്കെ ഒന്ന് തിക്കാക്കി കൊടുത്തു. ഈ സ്റ്റെപ്പ് വേണം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പൊ കണ്ട ഓണപ്പൂക്കളം പോലെ തന്നെയാണ്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലുക്ക് മാറ്റാൻ ഞാൻ ഉള്ളിലൊക്കെ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തു. വളരെ റാൻഡം ആയിട്ട് വരച്ച ലൈൻസ് ആണ്. അതിപ്പോ നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് തന്നെ വരക്കാം. സോ ഇതാണ് ഫൈനൽ ലുക്ക്. എത്ര പെട്ടെന്നല്ലേ നമ്മൾ ചെയ്തെടുത്തത്. ശരിക്കും മണ്ടാല ആർട്ട് ഭയങ്കര സാറ്റിസ്ഫൈങ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.